ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുഴങ്ങുന്നത് ഒരു ശബ്ദമാണ്. അത് യുദ്ധ ഉപകരണങ്ങളുടെ ശബ്ദം മാത്രമല്ല, അനിശ്ചിതത്വത്തിന്റെ ഒരു ശബ്ദം കൂടിയാണിത്. ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങൾ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് നമ്മുടെ അടുക്കളയിലേക്കും പെട്രോൾ പമ്പിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പോലും കടന്നു വരുന്നു. പക്ഷെ ഒരു വലിയ ചോദ്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇനിയും വഷളായാൽ നമ്മുടെ ഈ കൊച്ചു കേരളം എങ്ങനെ ബാധിക്കപ്പെടും? ചിന്തിച്ചിട്ടുണ്ടോ? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ലോകത്തെ നടക്കുന്ന ഇന്നത്തെ സംഘർഷങ്ങൾ, റഷ്യ ഉക്രൈൻ വാർ, ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ്, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. ഇവ വെറും വാർത്തകളല്ല, ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളാണ്. ഈ വീഡിയോയിൽ ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ പ്രത്യാഘാതങ്ങളും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുമെന്നതും ചരിത്രം നമ്മോട് എന്താണ് മുന്നറിയിപ്പ് നൽകുന്നതെന്നും ആഴത്തിൽ തന്നെ പരിശോധിച്ചു വരാം. രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആദ്യം തകരുന്നത് സമാധാനം മാത്രമല്ല, വിതരണ ശൃംഖല കൂടിയാണ്. എണ്ണയുടെ വില ഉയരും, ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത കുറയും, ഗതാഗത ചെലവ് കുത്തനെ ഉയരും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പച്ചക്കറി വില മുതൽ ഇന്ധന വില വരെ എല്ലാത്തിനെയും ഇത് ബാധിക്കും. ഉക്രൈൻ ലോകത്തിലെ പ്രധാന ധാന്യ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു പ്രശ്നം നടന്നപ്പോൾ ഗോതമ്പിന്റെയും സൂര്യകാന്തി എണ്ണയുടെയും വില ലോകമാകെ ഉയർന്നു. അതിന്റെ പ്രതികരണം നമ്മുടെ രാജ്യത്തും കേരളത്തിൽ പോലും ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എണ്ണ വില കുത്തനെ ഉയരും എന്നതാണ്. ഇത് നേരിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതും മനസ്സിലാക്കണം. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പുറത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള യുദ്ധം ശക്തമായാൽ അവിടെ ജീവിത ചെലവ് വേഗത്തിൽ ഉയരാൻ സാഹചര്യമൊരുക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളെയും ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജോലി സുരക്ഷയും വരുമാനവും അപകടത്തിലായേക്കാം. അത് കേരളത്തിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലയെ നേരിട്ട് ബാധിച്ചേക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതോടൊപ്പം ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടായേക്കാം. വിദേശ സഞ്ചാരികൾ കുറയുമ്പോൾ ഹോട്ടലുകൾ, ട്രാവൽ മേഖല, ചെറുകിട വ്യാപാരങ്ങൾ എല്ലാം ബാധിക്കപ്പെട്ടേക്കാം കേട്ടോ. സാധാരണ ആളുകളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പെട്രോൾ വില ഉയരും, വൈദ്യുതി ചെലവ് കൂടും, ഭക്ഷണ സാധനങ്ങൾ വില കൂടും. ചിലപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം. ഇറക്കുമതികൾക്ക് നിയന്ത്രണം ഉണ്ടായേക്കാം. ചില സാധനങ്ങൾക്ക് കുറവ് ലഭ്യതയൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഇത് ഒരുപാട് പേർക്ക് ആവശ്യ വസ്തുക്കൾ മാത്രം എന്ന നിലയിൽ ആ ഒരു രീതിയിലേക്ക് ജീവിതശൈലിയൊക്കെ മാറ്റേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടായേക്കാം. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്നാൽ യുദ്ധത്തിന്റെ ആഘാതം യുദ്ധം അവസാനിച്ചാലും അത് അവിടെ കൊണ്ട് ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇന്നും പല രാജ്യങ്ങളിലും പൊട്ടാതെ കിടക്കുന്ന ബോംബുകളും മൈനുകളും കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ഇന്നും കർഷകർ കൃഷി ചെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് പഴയ ബോംബുകൾ പുറത്തു വരുന്നത് പതിവാണ്. വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധം കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പൊട്ടാത്ത മൈനുകൾ ഇന്നും അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മോട് പറയുന്നത് യുദ്ധം ഒരു തലമുറയ്ക്ക് മാത്രമല്ല, പല തലമുറകളെയും ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് എന്നതാണ്. ഇന്ന് നമ്മൾ സുരക്ഷിതമായി ജീവിക്കുന്നു എന്ന് തോന്നാം. പക്ഷേ ലോകം ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന യുദ്ധം നമ്മളെ സ്പർശിക്കാതെ പോകില്ല എന്നതാണ് സത്യം. കേരളം നേരിട്ട് യുദ്ധഭൂമി ആകാതിരുന്നാലും അതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതങ്ങൾ നമ്മളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളെ വെറും വാർത്തയായി കാണാതെ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം യുദ്ധം ദൂരെയാണെങ്കിലും അതിന്റെ പ്രതിഫലം നമ്മൾ എല്ലാവരും ഒരുമിച്ച് വീതിച്ച് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും വസ്തുതയാണ്.